രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 15-ാം അധ്യായം. ഇസ്രായേൽ രാജാവായ ജെറൊബോവാമിന്റെ 27-ാം ഭരണവർഷം യൂദാ രാജാവായ അമസ്യായുടെ പുത്രൻ അസറിയ ഭരണമേറ്റു. അപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 52 വർഷം ഭരിച്ചു. ജെറുസലേമിലെ യെക്കോലിയ ആയിരുന്നു അവൻ്റെ അമ്മ. അവൻ പിതാവായ അമസ്യായെ പോലെ കർത്താന്റെ മുമ്പിൽ നീതിപൂർവ്വം വർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപം അർപ്പിച്ചു പോന്നു. കർത്താവ് രാജാവിനെ ശിക്ഷിച്ചു. അവൻ കുഷ്ഠരോഗിയായി. മരണം വരെ അവൻ മറ്റുള്ളവരിൽ നിന്ന് അകന്നു താമസിക്കേണ്ടി വന്നു. പുത്രൻ യോഥാം കൊട്ടാരത്തിന്റെ അധിപനായി രാജ്യഭരണം നടത്തി. അസീറിയയുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അസീറിയ പിതാക്കന്മാരോട് ചേർന്നു ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ യോഥാം രാജാവായി. യൂദാ രാജാവായ അസീറിയയുടെ 38-ാം ഭരണവർഷം ജെറൊബോവാമിന്റെ പുത്രൻ സഖറിയ സമരിയായിൽ ഇസ്രായേലിനെ 6 മാസം ഭരിച്ചു. പിതാക്കന്മാരെ പോലെ അവനും കർത്താന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ പുത്രനായ ജെറൊബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. യാബേഷിന്റെ പുത്രൻ ഷില്ലും അവനെതിരെ ഗൂഢാലോചന നടത്തി. ഇബ്ലായിമയിൽ വെച്ച് അവനെ വധിച്ചു രാജാവായി. സഖറിയായുടെ മറ്റ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നിന്റെ പുത്രന്മാർ 4 തലമുറകൾ വരെ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ വാഴും എന്ന് കർത്താവ് യേഹൂവിന് നൽകിയ വാഗ്ദാനം പൂർത്തിയായി. യൂദാ രാജാവായ ഉസ്സിയായുടെ 39-ാം ഭരണവർഷം യാബേഷിന്റെ പുത്രൻ ശെല്ലൂം ഭരണമേറ്റു. സമരിയായിൽ 1 മാസം ഭരിച്ചു. ഗാദിയുടെ പുത്രൻ മെനാഹേം തീർസായിൽ നിന്ന് സമരിയായിൽ വന്ന് യാബേഷിന്റെ പുത്രനായ ശെല്ലൂമിനെ വധിച്ച് രാജാവായി. ശെല്ലൂമിന്റെ ഗൂഢാലോചനയും മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അക്കാലത്ത് തപ്പുവ നിവാസികൾ നഗരത്തിൽ തനിക്ക് വേണ്ടി വാതിൽ തുറക്കാഞ്ഞതിനാൽ മെനാഹേം നഗരത്തെയും നിവാസികളെയും തീർസാ പോലുള്ള അതിർത്തി പ്രദേശങ്ങളെയും നശിപ്പിച്ചു. അവൻ ഗർഭിണികളുടെ ഉദരം പിളർന്നു. യൂദാ രാജാവായ അസീറിയയുടെ 39-ാം ഭരണവർഷം ഗാദിയുടെ പുത്രനായ മെനാഹേം ഇസ്രായേലിൽ ഭരണമേറ്റു. അവൻ 10 വർഷം സമരിയായിൽ ഭരിച്ചു. അവൻ കർത്താന്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ മകനായ ജെറൊബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിച്ച പാപങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറിയില്ല. അസീറിയ രാജാവായ ഫൂൽ ഇസ്രായേലിനെതിരെ വന്നു. തൻ്റെ രാജപദവിക്ക് ഇളക്കം തട്ടാതിരിക്കാൻ മെനാഹേം അവൻ 1000 താലന്ത് വെള്ളി സമ്മാനിച്ചു. മെനാഹേം ഇസ്രായേലിലെ എല്ലാ ധനികരിൽ നിന്ന് 60 ശക്കൽ വെള്ളി വീതം ശേഖരിച്ചാണ് ഈ പണം. അസീറിയ രാജാവ് പിന്തിരിഞ്ഞു. മെനാഹേമിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മെനാഹേം പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ പെക്കാഹിയ രാജാവായി. യൂദാ രാജാവായ അസീറിയയുടെ 50-ാം ഭരണവർഷം മെനാഹേമിന്റെ പുത്രൻ പെസഖ്യ ഭരണമേറ്റ് ഇസ്രായേലിനെ സമരിയായിൽ 2 വർഷം ഭരിച്ചു. കർത്താന്റെ മുമ്പിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ പുത്രൻ ജെറൊബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. പടനായകനും റമാലിയയുടെ പുത്രനും ആയ പെക്കാഹ് 50 ഗിലെയാദിയരോടൊത്ത് ഗൂഢാലോചന നടത്തി സമരിയായിലെ കൊട്ടാരത്തിന്റെ കോട്ടയിൽ വെച്ച് പെക്കാഹിയെ വധിച്ചു രാജാവായി. പെക്കാഹിയയുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂദാ രാജാവായ അസീറിയയുടെ 52-ാം ഭരണവർഷം റമാലിയയുടെ പുത്രൻ പെക്കാഹ് രാജാവായി. അവൻ സമരിയായിൽ ഇസ്രായേലിനെ 20 വർഷം ഭരിച്ചു. അവൻ കർത്താന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ മകനായ ജെറൊബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. ഇസ്രായേൽ രാജാവായ പെക്കാഹിന്റെ കാലത്ത് ഇയോൺ, ആബേൽ, ബെത്മാക്ക, യോനവ, കെദേശ്, ഹസോർ, ഗിലെയാദ്, ഗലീലി എന്നിങ്ങനെ നഫ്താലി പ്രദേശം മുഴുവൻ അസീറിയ രാജാവായ തിഗ്ലത്ത്-പിലേസർ പിടിച്ചടക്കി. ജനത്തെ തടവുകാരാക്കി അസീറിയയിലേക്ക് കൊണ്ടുപോയി. ഉസ്സിയയുടെ മകൻ യേഥോമിന്റെ 20-ാം ഭരണവർഷം എലായിയുടെ പുത്രനായ ഹോസിയ റാമാലിയുടെ പുത്രൻ പെക്കാഹിനെ എതിരെ ഗൂഢാലോചന നടത്തി അവനെ വധിച്ചു രാജാവായി. പെക്കാഹിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
റമാലിയുടെ പുത്രൻ പെക്കാഹിന്റെ 2-ാം ഭരണവർഷം യൂദാ രാജാവായ ഉസിയയുടെ മകൻ യോഥാം ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. സദോക്കിന്റെ മകനായ യെറൂഷ ആയിരുന്നു അവന്റെ മാതാവ്. പിതാവായ ഉസിയയെ പോലെ അവൻ കർത്താവിന്റെ മുമ്പിൽ നീതിപൂർവ്വം വർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപങ്ങളും അർപ്പിച്ചു പോന്നു. അവൻ ദേവാലയത്തിന്റെ ഉപരികവാടം നിർമ്മിച്ചു. യഥോമിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അക്കാലത്ത് കർത്താവ് സിറിയ രാജാവായ റസീനെയും റമാലിയയുടെ പുത്രനായ പെക്കാഹിനെയും യോദായ്ക്കെതിരെ അയച്ചു തുടങ്ങി. യോധാം പിതാക്കന്മാരോട് ചേർന്നു. പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവനെ സംസ്കരിച്ചു. പുത്രൻ ആഹാസ് രാജാവായി. 2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം. റമാലിയായുടെ പുത്രനായ പെക്കാഹിന്റെ 17-ാം ഭരണവർഷം യൂദാ രാജാവായ യോഥാമിന്റെ പുത്രൻ ആഹാസ് ഭരണം തുടങ്ങി. അപ്പോൾ അവന് 20 വയസ്സായിരുന്നു. അവൻ 16 വർഷം ജെറുസലേമിൽ ഭരിച്ചു. പിതാവായ ദാവീദിനെ പോലെയല്ല അവൻ ജീവിച്ചത്. അവൻ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചില്ല. ഇസ്രായേൽ രാജാക്കന്മാരുടെ പാതയിൽ അവൻ ചരിച്ചു. കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ മ്ലേച്ഛമായ ആചാരമനുസരിച്ച് അവൻ സ്വന്തം പുത്രനെ ബലിയർപ്പിക്കുക പോലും ചെയ്തു. അവൻ പൂജാഗിരികളിലും കുന്നുകളിലും മരച്ചുവട്ടുകളിലും ബലികളും ധൂപങ്ങളും അർപ്പിച്ചു. സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പെക്കാഹും ജെറുസലേമിനെതിരെ വന്ന് ആഹാസിനെ ആക്രമിച്ചു. എങ്കിലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അക്കാലത്ത് ഏദോം രാജാവ് ഏലാത്ത് വീണ്ടെടുത്ത് ഏദോമിനോട് ചേർക്കുകയും ഏലാത്തിൽ നിന്ന് യൂദാജനത്തെ ഓടിച്ചു കളയുകയും ചെയ്തു. ഏദോമിയർ ഏലാത്തിൽ അവർ ഇന്നോളം അവിടെ താമസിക്കുന്നു. ആഹാസ് ദൂതന്മാരെ അയച്ച് അസീറിയ രാജാവായ തിഗ്ലാത്ത്-പിലേസറിനെ അറിയിച്ചു, ഞാൻ അങ്ങയുടെ ദാസനും പുത്രനുമാണ്. എന്നെ ആക്രമിക്കുന്ന സിറിയ രാജാവിൻ്റെയും ഇസ്രായേൽ രാജാവിൻ്റെയും കൈകളിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിക്കണം. ആഹാസ് ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും കൊട്ടാരത്തിലെ നിധികളും അസീറിയ രാജാവിന് സമാനമായി അയച്ചു. അസീറിയ രാജാവ് അപേക്ഷ സ്വീകരിച്ചു. അവൻ ചെന്ന് ദമാസ്കസ് കീഴടക്കി നിവാസികളെ ബന്ധിച്ച് കീറിലേക്ക് കൊണ്ടുപോയി റസീനെ കൊല്ലുകയും ചെയ്തു. ആഹാസ് രാജാവ് അസീറിയ രാജാവായ തിഗ്ലാത്ത്-പിലേസറിനെ സന്ദർശിക്കാൻ ദമാസ്കസിൽ ചെന്നപ്പോൾ അവിടുത്തെ ബലിപീഠം കണ്ടു. ആഹാസ് രാജാവ് പുരോഹിതൻ ഊറിയാക്കിയ ബലിപീഠത്തിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന മാതൃകയും അളവുകളും കൊടുത്തയച്ചു. ആഹാസ് രാജാവ് ദമാസ്കസിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ അവൻ കൊടുത്തയച്ച മാതൃകയിൽ പുരോഹിതൻ ഊറിയ ബലിപീഠം നിർമ്മിച്ചു. ദമാസ്കസിൽ നിന്ന് വന്നപ്പോൾ രാജാവ് ബലിപീഠം നോക്കി കണ്ടു. അവൻ അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും പാനീയ ബലിയും സമാധാന ബലിയും രക്തവും അർപ്പിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ ഉണ്ടായിരുന്ന ഓടുകൊണ്ടുള്ള ബലിപീഠം ദേവാലയത്തിന്റെയും ബലിപീഠത്തിന്റെയും മധ്യയെ നിന്ന് മാറ്റി ബലിപീഠത്തിന്റെ വടക്ക് വശത്ത് സ്ഥാപിച്ചു. ആഹാസ് രാജാവ് പുരോഹിതൻ ഊറിയായോട് കൽപ്പിച്ചു, മഹാബലിപീഠത്തിൽ പ്രഭാത ദഹനബലിയും സായാഹ്ന ധാന്യബലിയും രാജാവിൻ്റെ ദഹനബലിയും ധാന്യബലിയും ജനത്തിൻ്റെ ദഹനബലിയോടും ധാന്യബലിയോടും പാനീയ ബലിയോടും ചേർത്ത് അർപ്പിക്കണം. ദഹനബലിയുടെയും മറ്റ് ബലികളുടെയും രക്തം അതിന്മേൽ തളിക്കണം. ഓട്ട് ബലിപീഠം എനിക്ക് ഉപദേശമാരായാനാണ്. ആഹാസ് കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു. രാജാവ് പീഠങ്ങളുടെ ചട്ടം മുറിച്ചു മാറ്റുകയും ക്ഷാളനപാത്രം നീക്കം ചെയ്യുകയും ഓട്ടുകാളകൾ താങ്ങുന്ന ജലസംഭരണി അവിടെ നിന്ന് എടുത്ത് കല്ലിൽ തീർത്ത പീഠത്തിന്മേൽ സ്ഥാപിക്കുകയും ചെയ്തു. സാപത്തിൽ ഉപയോഗിക്കാൻ കൊട്ടാരത്തിൽ നിർമ്മിച്ചിരുന്ന മേൽക്കൂരയുള്ള വഴിയും രാജാവിന് ദേവാലയത്തിലേക്ക് വരാനുള്ള ബാക്കി കവാടവും അസീറിയ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവൻ നീക്കം ചെയ്തു. ആഹാബിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആഹാസ് പിതാക്കന്മാരോട് ചേർന്നു ദാവീദിന്റെ നഗരത്തിൽ അവനോടൊപ്പം സംസ്കരിക്കപ്പെടുകയും ചെയ്തു. പുത്രൻ ഹെസക്കിയ രാജാവായി.